ഇപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ ബാക്കിലത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് ചമയ പ്രദർശനം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവമ്പാടിയുടെ ചമയ പ്രദർശനമാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ബാക്കിലുള്ളത് തിരുവമ്പാടിയുടെ ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആനിമേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് അത് കാണാൻ പോവുകയാണ്. അപ്പോൾ പൂരം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി പരമാവധി എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം കണ്ടിട്ട് വരാം. അപ്പം നമ്മളിതേ കൗസ്തുഭ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അത് തിരുവമ്പാടിയുടെ ഒരു ഓഡിറ്റോറിയമാണ്. ഇവിടെ തന്നെയാണ് വർഷങ്ങളായിട്ടും എന്താ ചമയ പ്രദർശനം നടക്കാറ്. അപ്പം അതുപോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ ഇവിടേക്ക് കാണാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും വന്നിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ നൈറ്റാണ് വരാറ്. അപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ കണക്കൂട്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം തിരക്ക് കുറവുണ്ട്. വൈകിട്ട് ഞങ്ങൾ പിന്നെ ഇപ്രാവശ്യം 2 ദിവസം ഉണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ 4-ാം തീയതിയാണ് പോയത്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പിൾ വെടിക്കിട്ട് കാണാമല്ലോ എന്നുള്ള കണക്കൂട്ടല്ല. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ കുറച്ച് ഇതിൻ്റെ ഭാരവാഹികളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ചെറിയൊരു എമൗണ്ട് എങ്ങാനും നമുക്കൊരു സംഭാവന കൊടുക്കണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. ഒരു നിർബന്ധവുമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പം അതൊക്കെ കൊടുത്ത് ഞങ്ങൾ അതേ ചമയ പ്രദർശനം കാണാൻ പോവുകയാണ്. അപ്പോൾ വെറൈറ്റി കുടകളും പിന്നെ നാളെ ഉള്ള ചമയങ്ങളും എല്ലാം കാണാം. അപ്പം അതൊക്കെ നമുക്കൊന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് പാറമേക്കാവിൻ്റെ ആണോ അല്ല തിരുവമ്പാടിയുടെ ആണോ ഏതാ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് എൻട്രൻസ് വരണേ. ഇവിടുന്ന് കുറേ കുടകൾ വെച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് താഴെയും ഉണ്ട് കേട്ടോ കുറേ കുടകളൊക്കെ. അപ്പം ഇതൊക്കെ ഒന്ന് നന്നായി കണ്ടു നോക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ മേലത്തെ ഭാഗത്തൊക്കെ കണ്ടു കഴിഞ്ഞില്ല. ഇനി താഴത്തോട്ട് ഇറങ്ങി കഴിയുമ്പം ഫുള്ള് നാളെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് വൈകിട്ട് ഒരു
എന്താ കുടമാറ്റം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കുടകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടോ, ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഇതിൽ സസ്പെൻസ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കുട സെറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. നോർമലായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ കുടകളും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കുക. ഇൻ കേസ് കാണാൻ പറ്റാത്തവരാണെങ്കിൽ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് കാണുവാണെങ്കിൽ കുറച്ചുകൂടെ, വരാൻ പറ്റാത്തവരുണ്ടാവില്ല, എല്ലാവർക്കും ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ തന്നെ ഇപ്പോൾ 2 വർഷമായിട്ട് വരണമെന്നേ ഉള്ളൂ, മുന്നൊന്നും ഞാൻ വരാറില്ല. അപ്പം ഇപ്പോഴാണ് എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ആകാംക്ഷയും സന്തോഷമൊക്കെ തോന്നുന്നു. കാരണം ഒരു തൃശ്ശൂർക്കാരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പം ഏറ്റവും എന്താ പറയുക സന്തോഷമുള്ള ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടണം ഓരോ വർഷവും പരമാവധി എല്ലാവരും മിസ് ചെയ്യാണ്ട് വന്ന് തന്നെ പൂരം ആഘോഷിക്കണം. ഇത്രയും നാൾ എനിക്കത് അങ്ങനെ അധികം സെലിബ്രേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊക്കെ ആലോചിക്കുമ്പോൾ. കാരണം അത്രയും ഉണ്ട് നമുക്കിത് കാണാനും ആഘോഷിക്കാനും, ഒരുപാട് ജനങ്ങളും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം. അപ്പം ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ പാറമേക്കാവിൻ്റെ കാണാനാണ് പോണേ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാറമേക്കാവിൻ്റെ കാണാം. ഇപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.